നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സാധാരണ നിലയിൽ നിന്ന് വളരെ കൂടുതലായി ഉയരുന്ന ഒരു രോഗാവസ്ഥയാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് മെലിറ്റസ്. ശരീരത്തിന് ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടോ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ടോ ഇത് സംഭവിക്കാം. നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രധാന ഹോർമോണാണ് ഇൻസുലിൻ. ഈ ഇൻസുലിനാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നത്. ഇതേ പാൻക്രിയാസ് തന്നെയാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയുമ്പോൾ അത് കൂട്ടുന്ന ഗ്ലൂക്കഹോൺ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കാൻ സഹായിക്കുന്ന പ്രധാന ഹോർമോണാണ്. ഇൻസുലിൻ സാധാരണ പോലെ ശരിയായി പ്രവർത്തിക്കുന്ന ഒരാൾ അമിതമായി ഷുഗർ അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ ഇൻസുലിൻ എങ്ങനെയാണ് ഷുഗർ നിയന്ത്രിക്കുന്നത് എന്ന് അറിയാമോ? അമിതമായി ഷുഗർ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് പ്രവേശിക്കുകയും അതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഉയരുകയും ചെയ്യുന്നു. ഈ വർധനവ് പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ തിരിച്ചറിയുകയും ഇൻസുലിൻ സ്രവിക്കുകയും ചെയ്യുന്നു. ഈ ഇൻസുലിൻ ശരീരത്തിലെ മസിൽ സെൽസ്, ഫാറ്റ് സെൽസ് എന്നിവയിലേക്ക് ഗ്ലൂക്കോസ് പ്രവേശിക്കാൻ സഹായിക്കുന്നു. നമ്മൾ ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മസിലിന് എപ്പോഴും ഊർജ്ജം ആവശ്യമുണ്ടല്ലേ? അതുകൊണ്ട് മസിൽ സെൽസ് ഗ്ലൂക്കോസിനെ ഊർജ്ജമാക്കി മാറ്റുന്നു. കൂടാതെ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടായ ഇൻസുലിൻ അതിനെ ലിവറിലും പേശികളിലും ഗ്ലൈക്കോജൻ രൂപത്തിലും അതിലധികം വന്നാൽ ഫാറ്റ് സെൽസിൽ കൊഴുപ്പാക്കിയും സംഭരിക്കുന്നു. അതേസമയം ശരീരത്തിൽ പുതിയ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന പ്രക്രിയകളെ ഇൻസുലിൻ തടയുകയും ചെയ്യുന്നു. ഈ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഫലമായി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമേണ സാധാരണ നിലയിലേക്ക് കുറയുന്നു. കൂടുതൽ ഗ്ലൂക്കോസ് കഴിച്ചുകൊണ്ടേയിരുന്നാൽ ഈ സൂക്ഷിച്ചുവയ്പും തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുകയും ഭാരം വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരാൾ വളരെ ഫിസിക്കലി ആക്റ്റീവാണെങ്കിൽ ഇത്തരത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് ഊർജ്ജത്തിനായി ഉപയോഗിക്കുകയും ശരീരം ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. പ്രമേഹമുള്ള ചിലർ മെലിഞ്ഞിരിക്കുന്നതിന് കാരണം എന്തെന്നാൽ ഇവർക്ക് രക്തത്തിൽ ഷുഗർ കൂടുതലായിരിക്കുമ്പോഴും അത് കോശങ്ങളിലേക്ക് പ്രവേശിക്കില്ല. അതിനാൽ ശരീരത്തിലെ കോശങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കാതെ വരും. ഊർജ്ജം കിട്ടാതെ വരുമ്പോൾ ശരീരം മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ആദ്യം കൊഴുപ്പിൽ നിന്ന് ഊർജ്ജം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് അത് മതിയാകാതെ വന്നാൽ പേശികളിലെ പ്രോട്ടീൻ വരെ ഊർജ്ജമാക്കി മാറ്റും. ഇതിന്റെ ഫലമായി ശരീരഭാരം ക്രമേണ കുറയുകയും വ്യക്തി വളരെ സ്ലിം ആയി തോന്നുകയും ചെയ്യുന്നു. കൂടാതെ ഹൈ ഷുഗർ ഉള്ളവരിൽ രക്തത്തിലെ അധിക ഗ്ലൂക്കോസ് യൂറിനിലൂടെ പുറത്തുപോകും. ഇതോടെ ശരീരത്തിന് കിട്ടേണ്ട കലോറികൾ നഷ്ടപ്പെടുകയും വെള്ളം കൂടുതലായി പുറത്തു പോകുന്നതിനാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതും ശരീരഭാരം കുറയുന്നതിന് കാരണമാകും. ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കൽ, അമിതമായ ദാഹം, ക്ഷീണം, കാഴ്ചമങ്ങൽ, മുറിവുണങ്ങാൻ താമസം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. നമ്മുടെ ജീവിതശൈലി ക്രമീകരണങ്ങളിലൂടെയും ചികിത്സയിലൂടെയും ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നതേയുള്ളൂ. പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഭക്ഷണ നിയന്ത്രണമാണ്. വെളുത്ത അരി, പഞ്ചസാര, മധുരപലഹാരങ്ങൾ, ബേക്കറി വിഭവങ്ങൾ, പഞ്ചസാര ചേർത്ത പാനീയങ്ങൾ എന്നിവ കുറയ്ക്കുകയും പച്ചക്കറികൾ, പയർവർഗ്ഗങ്ങൾ, ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്നിവ കൂടുതൽ ഉൾപ്പെടുത്തുകയും വേണം. ചെറിയ അളവിൽ സമയബന്ധിതമായി ഭക്ഷണം കഴിക്കുന്ന ശീലം പാലിക്കുന്നതും ഏറെ പ്രാധാന്യമുണ്ട്. സ്ഥിരമായ വ്യായാമം രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കൽ, യോഗ, ലഘുവ്യായാമങ്ങൾ എന്നിവ ചെയ്യുന്നത് ഇൻസുലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് കൂടുതൽ കാര്യക്ഷമമാക്കി പ്രവേശിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഭക്ഷണത്തോടൊപ്പം വ്യായാമം ചേർന്നാൽ പ്രമേഹം നിയന്ത്രിക്കുന്നത് എളുപ്പമാകും. അതേപോലെ ശരിയായി ഉറങ്ങേണ്ടതും അത്യാവശ്യമാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും ഉത്തമം. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നാൽ ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം അത് ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എത്ര വേഗത്തിൽ കൂട്ടുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് മന്ദഗതിയിൽ മാത്രമാണ് ഉയർത്തുന്നത്. പയറുവർഗ്ഗങ്ങൾ, സോയാബീൻസ്, നിലക്കടല, പച്ചക്കറികൾ, പേരയ്ക്ക, ആപ്പിൾ, ഓറഞ്ച്, തൈര്, പാൽ, ഓട്സ് തുടങ്ങിയവയ്ക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. എന്നിരുന്നാലും നമുക്ക് ഇഷ്ടമുള്ള ആഹാരം എപ്പോഴും കഴിക്കാതെ വല്ലപ്പോഴും കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.